നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് മറ്റുള്ളവരെ നമ്മളെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. പറഞ്ഞു വരുന്നത് സെൽഫ് റെസ്പെക്റ്റിനെ പറ്റിയിട്ടാണ്. നമ്മളെ റെസ്പെക്ട് ചെയ്യാത്തിടത്തോളം മറ്റുള്ളവരിൽ നിന്ന് ആ റെസ്പെക്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നതിൽ കാര്യമുണ്ടോ? സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഏതൊരു റിലേഷൻഷിപ്പിലും വ്യത്യാസം ഉണ്ടാക്കും. നിങ്ങൾ നേരത്തെ ഇല്ലാതിരുന്ന ഒരു ക്യാരക്ടറാണ് എങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾക്ക് തന്നെ കൊടുക്കാനായിട്ട് തുടങ്ങുന്ന സമയം ചുറ്റുമുള്ളവർക്ക് അതൊരു അസ്വസ്ഥത ഉണ്ടാക്കും. അവർക്കത് അത്ര അങ്ങോട്ട് പിടിക്കില്ല. പക്ഷെ പോകെ പോകെ നിങ്ങൾ സ്ട്രോങ് ആയി നിൽക്കുന്നിടത്തോളം പോകെ പോകെ അവരും അത് അക്സെപ്റ്റ് ചെയ്യും. അവരും നിങ്ങളെ ആ ഒരു രീതിയിലായിരിക്കും കാണാൻ തുടങ്ങുന്നത്. അപ്പം എന്താണ് ഈ സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഉറപ്പാണ്. അപ്പം അത് നിങ്ങൾ വളരെ കൂളായിട്ട് കാമായിട്ട് നിങ്ങൾക്ക് നോ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് നമ്മളൊരു ദേഷ്യത്തിൽ എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് അറിയത്തില്ല അത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ അലപ്പറയിട്ട് പറയുന്നതിനെക്കാട്ടിലും വളരെ കാമായിട്ട് സോറി എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വളരെ കാമായിട്ട് പറയാൻ പറ്റുന്നുണ്ടോ? ഓവർ എക്സ്പ്ലെയിൻ ചെയ്യാണ്ട്, അല്ലെങ്കിൽ ദേഷ്യത്തോടെ അല്ലാതെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സെൽഫ് റെസ്പെക്റ്റിന്റെ ഒരു വശമാണ്. നിങ്ങൾക്ക് വേദനിക്കുന്ന ഒരു തമാശ, അല്ലെങ്കിൽ നിങ്ങളെ കുറച്ച് കൊച്ചാക്കി സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ അവരോടൊപ്പം ആ കളിയാക്കൽ അതുപോലെ തൊണ്ട തൊടാതെ വിഴുങ്ങി അവരോടൊപ്പം തന്നെ ചിരിച്ച് അതങ്ങോട്ട് സോൾവ് ചെയ്യുന്നതിന് പകരം എനിക്ക് ഈ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല, ഇനി മേലാൽ നിങ്ങൾ ഇങ്ങനെ എന്നെ പറ്റി പറയരുത്, എനിക്കിതിനോട് താല്പര്യമില്ല എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് വളരെ കാമായിട്ട് ദേഷ്യപ്പെടാതെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും സെൽഫ് റെസ്പെക്റ്റിന്റെ ഒരു വശമാണ്. ഇനി നിങ്ങളായിരിക്കുന്ന ഒരു ഗ്രൂപ്പിൽ, അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഒരു പാർട്ട്ണർഷിപ്പിൽ നിങ്ങളെ കൂടാതെ ഒരു ഡിസിഷൻ എടുക്കുകയാണ്, അസ്യൂമിങ് ദാറ്റ് നമ്മളെ അഡ്ജസ്റ്റ് ചെയ്തോളും, അല്ലെങ്കിൽ നമ്മുടെ പ്ലാൻസ് മാറ്റിക്കോളും, നമ്മളോട് കൺസൾട്ട് ചെയ്യാതെ ഒരു ഡിസിഷനിലേക്ക് പോകുന്നു. അങ്ങനെ ഉള്ളപ്പോൾ എനിക്ക് വേറെ പ്ലാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് റെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനാണ് താല്പര്യം, പിന്നീട് ഒരിക്കൽ നമുക്കൊന്നും കൂടെ ആലോചിച്ചിട്ട് തീരുമാനിക്കാം എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും സെൽഫ് റെസ്പെക്റ്റ് ആണ്. ഇനിയൊരു റിലേഷൻഷിപ്പിലേക്കൊക്കെ വരുമ്പോൾ സൈലന്റ് ട്രീറ്റ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ നമ്മളോട് മിണ്ടാതിരുന്ന് നമ്മളെ ഇമോഷണലി പണിഷ് ചെയ്യാനുള്ളൊരു അപ്രോച്ച് ഒരാൾ എടുക്കുന്നുണ്ടെങ്കിൽ അവരോട് നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കണം, ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നതും 2-3 തവണ പറഞ്ഞിട്ടും അത് കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ അതിന്റെ പുറകെ നടന്ന് ബെഗ് ചെയ്യാതിരിക്കുന്നതും സെൽഫ് റെസ്പെക്റ്റിന്റെ ഒരു വശമാണ്. ഏതൊരു റിലേഷൻഷിപ്പിലും ഒരു ഫിനാൻഷ്യൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കേണ്ടത്. അതായത് നമ്മൾ പുറകെ നടന്ന് ചോദിച്ചാൽ മാത്രമല്ല, അല്ലാണ്ട് തന്നെ നമ്മൾ ആ കാര്യങ്ങൾ അറിയാനായിട്ട് നമുക്ക് പറ്റണം. ഇപ്പോൾ എങ്ങനെയാണ് ക്യാഷ് കൈകാര്യം ചെയ്യുന്നത്, എന്തൊക്കെയാണ് എക്സ്പെൻസസ് വരുന്നത്, അതെങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ക്ലാരിറ്റി ഒരു ഗ്രൂപ്പിലിരിക്കുമ്പോഴും ഒരു പാർട്ട്ണർഷിപ്പിലിരിക്കുമ്പോഴും ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ബെഗ് ചെയ്യേണ്ടതായിട്ട് വരരുത്. ആ ഒരു ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയിട്ട് ഒരു നിർബന്ധം പറയുന്നത് സെൽഫ് റെസ്പെക്റ്റ് ആണ്. ഒരാൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ പറഞ്ഞിട്ട് ഇറങ്ങുക, അല്ലെങ്കിൽ അറ്റൻഷന് വേണ്ടിയിട്ട് പുറകെ നടന്ന് കെഞ്ചാതിരിക്കുക എന്നൊക്കെ പറയുന്നതും ശരീരം തളരുമ്പം റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റീവ് ആവാതിരിക്കുക, അല്ലെങ്കിൽ സ്വന്തം പെയിൻ ഇഗ്നോർ ചെയ്യാതിരിക്കുക, ഇതൊക്കെ സെൽഫ് റെസ്പെക്റ്റ് ആണ്. നമുക്കൊട്ടും കംഫർട്ടബിൾ അല്ലാത്തൊരു കാര്യത്തെ പറ്റി പറയുമ്പോൾ അത് ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ അത് ഇതിന് മാത്രം ഓവർ ആക്ട് ചെയ്യാനുണ്ടോ, ഇതങ്ങ് വിട്ട് കളഞ്ഞേക്കുക എന്ന് പറയുമ്പോൾ അതിലെ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇതുമായിട്ട് എനിക്കൊരിക്കലും മുന്നോട്ട് തുടരാൻ താല്പര്യമില്ല എന്ന് നേരത്തെ തന്നെ പറയാൻ പറ്റുന്നത് സെൽഫ് റെസ്പെക്റ്റ് ആണ്. പേഴ്സണൽ അറ്റാക്കിനെ ബ്ലെയിം ഗെയിം കൊണ്ട് എതിർക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കാം എന്ന് പറയുന്നത്, അതും അല്ലെങ്കിൽ ഒപ്പീനിയൻ പറയുന്നത്, ഇഷ്ടമുള്ള വേഷം ധരിക്കുന്നത്, ഒരു ഡിസ്കഷനിൽ സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കുന്നത്, ഈഗോ ക്ലാഷ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്വയം മണ്ടിയോ മണ്ടനോ ആയിട്ട് അഭിനയിക്കാതിരിക്കുന്നത്, ഇതൊക്കെ സെൽഫ് റെസ്പെക്റ്റ് ആണ്. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ വോയിസ് റേസ് ചെയ്ത് ആരെങ്കിലും സംസാരിക്കുമ്പോൾ അതിന് എതിരായിട്ട് അതുപോലെ തന്നെ വോയിസ് റേസ് ചെയ്യാതിരിക്കുന്നത്, ഇപ്പം നമുക്ക് കാമായിട്ട് സംസാരിക്കാം എന്ന് പറയുന്നത്, അതും അല്ലെങ്കിൽ ഒരാളെ പാരന്റ് ചെയ്യാതിരിക്കുന്നത്, അവരുടെ ബേസിക് റെസ്പോൺസിബിലിറ്റീസ് ഹാൻഡിൽ ചെയ്യുന്നതാവട്ടെ, അല്ലെങ്കിൽ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യുന്നതാവട്ടെ, അതും അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ബ്ലെയിം സ്വന്തമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതാവട്ടെ, ഇതൊന്നും ചെയ്യാതിരിക്കുന്നതും സെൽഫ് റെസ്പെക്റ്റ് ആണ്. ഏതൊരു റിലേഷൻഷിപ്പിലും സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ടാവുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവുക, ഫ്രണ്ട്സ്, അതുപോലെ സ്വന്തമായിട്ടുള്ള ഒപ്പീനിയൻസ്, ഇൻട്രസ്റ്റ്സ്, ഇതെല്ലാം കീപ്പ് ചെയ്യാൻ പറ്റുന്നതും സെൽഫ് റെസ്പെക്റ്റ് ആണ്. അപ്പൊ ഇതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ കോൺസ്റ്റന്റ്ലി അടി ഉണ്ടാക്കുന്നത്, പിണങ്ങിയിരിക്കുന്നത്, ഈഗോ കാണിക്കുന്നത്, അല്ലെങ്കിൽ പണിഷ് ചെയ്യുന്നത്, ത്രെട്ടൻ ചെയ്യുന്നത്, ഇതൊന്നും സെൽഫ് റെസ്പെക്റ്റ് അല്ല.
അപ്പം അതൊരു തിൻ ലൈനാണ്. ഈ സെൽഫ് റെസ്പെക്റ്റും ഈഗോയും ഒക്കെ തമ്മിലുള്ള ഒരു വ്യത്യാസം ഒരു തിൻ ലൈനാണ്, അത് മനസ്സിലാക്കണം. പിന്നെ വൺസ് നിങ്ങളെ തന്നെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ചുറ്റുള്ള ആൾക്കാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കുമെങ്കിൽ പോലും അവർക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, നിങ്ങളെ റെസ്പെക്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ റിലേഷൻഷിപ്പൊക്കെ എപ്പോഴും റീകാലിബ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. വൺസ് നിങ്ങളെ തന്നെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ റിലേഷൻഷിപ്സ് ഒന്ന് സെറ്റാവും, റീസെറ്റ് ആവും. അപ്പം അതിൽ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഇവോൾവ് ആവും, അൺഹെൽത്തി ആയിട്ടുള്ളത് റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ രണ്ടാണെങ്കിലും നിങ്ങൾ പലതിലും ഇൻക്ലൂഡ് ആവും, പലതിലും വിസിബിൾ ആവാൻ തുടങ്ങും. അപ്പം നിങ്ങൾ ഒരിക്കലും ഒരു ഓപ്ഷൻ ആയിരിക്കില്ല ആരുടെയും.